ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നെട്ടയം മുക്കോൾ ലൊക്കേഷനിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 350 മീറ്റർ മാത്രം ദൂരത്തിലാണ്. ഇവിടെ 5 സെൻറ്റിൽ 1715 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും ഒരു ബാൽക്കണിയും കൂടാതെ 3 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 75 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ നിന്നും വഴയിൽ ലൊക്കേഷനിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്ററാണ്. ട്രിവാൻഡ്രം സെൻറ്ററിലേക്കാണെങ്കിൽ 10 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ മൊത്തത്തിൽ ചുറ്റുമതിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുറ്റം നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഇൻ്റർലോക്കാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 3 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു ചെറിയ കാർ ഈ ഭാഗത്തേക്ക് പാർക്ക് ചെയ്യാം. അങ്ങനെയെങ്കിൽ 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയാം. ഇവിടെ ആയിട്ട് വലിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡർ ലെപ്പോത്ര ഗ്രാനൈറ്റായി യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസ് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. 2 തൂണുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയെല്ലാം പർഗോള കാണാം. നിശാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട്. ഇനി വലിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. സിൽവർ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നമ്മൾ നേരെ വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ട് വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പോയിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴെയായിട്ടും അതുപോലെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുക്കായിട്ടും അതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാം. കൂടാതെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ആയിട്ട് 2 ഫാനും കൊടുത്തിട്ടുണ്ട്. BLDC ഫാനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ പാർട്ടീഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് യൂണിറ്റ് വരുന്നത്. സൊമാനയുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഒരു ആർച്ചൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ DB കൊടുത്തിട്ടുണ്ട്. എല്ലാം പോളിക്യാബ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഒരു ആർച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതല്ല നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വയ്ക്കുന്നത് അവിടെയും സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് ബേസ് ക്യാബിനറ്റ് കാണാം. കൂടാതെ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് ഹോബി സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്കോ കാണാം. 2 ഭാഗത്തും ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു വർക്ക് ഏരിയ ഇവിടെ ചെയ്യണമെങ്കിൽ നല്ല സ്പേസും ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തായിട്ട് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം സ്വിച്ച് ബോർഡെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റൂം വരുന്നത്. ഒരു ഫോയറിലേക്കാണ് വരുന്നത്. ഈ റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. BLDC ഫാനാണ്. ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 3 വിൻഡോസ് ഈ ഭാഗത്തും ഇവിടെ 2 വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഈ ജനലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ മാത്രമല്ല ആ ഒരു വിൻഡോയുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ സൊമാൻ്റെ ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആണ്. സൊമാനയുടെ സിഗ്നേച്ചർ സീരീസിലുള്ള ക്ലോസറ്റായി യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം സൊമാന തന്നെയാണ്. ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാട്ടർ ഹീറ്ററും കൊടുത്തിട്ടുണ്ട്. അത് BP എന്ന ബ്രാൻഡാണ്. ഇവിടെ വലിയ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മിറർ യൂണിറ്റിനകത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് ടൂത്ത് പേസ്റ്റും ബ്രഷ് വയ്ക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസും ഇതിനകത്തുണ്ട്. ഇവിടെ മാത്രമല്ല എല്ലാ റൂമുകളിലും എല്ലാ വാഷ്റൂമുകളിലും ഇങ്ങനെയുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതുപോലെ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വിൻഡോ കാണാം. സിംഗിൾ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ആ ഒരു താഴ്ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോണൊക്കെ വയ്ക്കാൻ സ്ക്രാച്ച് ആവത്തില്ല. കൂടാതെ തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെയും BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സും അതുപോലെ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെയും സൊമാനയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നീറ്റായിട്ടുള്ള ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈൽ ക്ലാഡിങ് നോക്കുവാണെങ്കിൽ ലൈറ്റ് കളറുള്ള ലൈറ്റ് തീമിലെ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 2 ബെഡ്റൂമുകളും മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. ഇവിടെ ഹാൻഡ് റൈൽസ് എല്ലാം G8 ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്രെഡ് ഗ്രാനൈറ്റിന് റൈസർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ടെല്ലാം സ്റ്റെപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഡെക്കോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. നേരെ അപ്പർ ലോഞ്ചിലേക്ക് പോകുന്നത്. അപ്പർ ലോഞ്ചിൽ മുകളിലായിട്ട് 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്ന അകത്തേക്ക്.
ഇവിടെ നേരെ ഒരു വലിയൊരു അപ്പർ ലോഞ്ച് ഏരിയ വരുന്നത്. ഇവിടെ 2 ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. BLDC ഫാനാണ്. TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പുറകിൽ WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തിലാണ് ഡിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോം ഡെക്കോർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള ബാൽക്കണിയാണ്, വലിയ ബാൽക്കണിയാണ്. ഇവിടെ 2 ഭാഗം തൂണ് കൊടുത്തിട്ടുണ്ട്, അതിലാണ് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 നിഷ് കൊടുത്തിട്ടുണ്ട്. ടൈൽസ് എല്ലാം അതുപോലെ ടൈൽസ് തന്നെ 160-80 സൈസുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പടിയുടെ ഭാഗത്ത് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകും. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് ഈ 2 ഭാഗത്തുള്ള 2 റൂമുകൾ വരുന്നത്. ഈ ഒരു ഫോയറിലായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ്, സ്പേസുള്ള റൂമാണ്. ഇവിടെയും 160-80 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രാനൈറ്റിന് പകരം ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോർഡർ സ്പേസിലായിട്ട്. ഇവിടെ വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം സൊമാനി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ സൊമാനിയുടെ സിഗ്നേച്ചർ സീരീസിലുള്ള ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ഷവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വാട്ടർ ഹീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല, സൊമാനി തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 ബെഡ്റൂമിൻ്റെ കാഴ്ച കണ്ടു കഴിഞ്ഞു. ഇനി കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസും ഉണ്ട്. ഇതാണ് ഈ വീട്ടിലെ ഓപ്പൺ ടെറസ് ഏരിയ. ഈ ഒരു ഓപ്പൺ ടെറസ് കൂടാതെ തന്നെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. ഇവിടെ എല്ലാം പ്രൂഫ് കോട്ട് ചെയ്തിട്ടുണ്ട്, മുകളിലും ചെയ്തു തരുന്നതാണ്. അങ്ങനെ ടോട്ടലി 5 സെൻറ്റിൽ 1715 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, കൂടാതെ ബാൽക്കണി. അതുകൂടാതെ 3 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 75 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം സെൻട്രലിലേക്ക് വരും 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വഴയിലേക്ക് 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെ സിറ്റിയിലേക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.